സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ എക്സാം ആണ്. LDC സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തുവരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ ഏത് നേത്രരോഗമാണ് അതിന് കാരണമാകുന്നത്? ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തുവരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ ഏത് നേത്രരോഗമാണ് അതിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹൈപ്പർമെട്രോപ്പിയ. ഓപ്ഷൻ സി, ഹൈപ്പർമെട്രോപ്പിയ. അടുത്ത ചോദ്യം, പീതവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീതവിപ്ലവം എണ്ണക്കുരുക്കളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എണ്ണക്കുരുക്കൾ. ഏത് നദിയുടെ പോഷക നദിയാണ് വെയിൻഗംഗ? വെയിൻഗംഗ എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ പോഷക നദിയാണ് വെയിൻഗംഗ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2010. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഗുണാർ മിർദൽ ആണ്. ഗുണാർ മിർദൽ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഗുണാർ മിർദൽ. ഭാരതീയ ജനസംഘം സ്ഥാപിച്ചത് ആര്? ഭാരതീയ ജനസംഘം സ്ഥാപിച്ചത് ആരാണ്? ശ്യാമ പ്രസാദ് മുഖർജി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശ്യാമ പ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം സ്ഥാപിച്ചത് ശ്യാമ പ്രസാദ് മുഖർജി. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല? ഇന്ത്യയിൽ ആദ്യമായിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഏത്? ഡൽഹി സർവകലാശാലയാണ്. ഡൽഹി സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല. ഓപ്ഷൻ ബി, ഡൽഹി സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം ഓപ്ഷൻ എ ആണ് ഉത്തരം. പിപ്പാവാവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പാവാവ്. ഏതിന്റെ പോഷക നദിയാണ് ദിബാങ്? ദിബാങ് ഏതിന്റെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ദിബാങ്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ദിബാങ്. സത്യശോധക് സമാജ് എന്ന സംഘടനയുടെ സ്ഥാപകൻ? സത്യശോധക് സമാജ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജ് എന്ന സംഘടനയുടെ സ്ഥാപകൻ. ഓപ്ഷൻ ബി, ജ്യോതിറാവു ഫുലെ. ഏത് സംസ്ഥാനത്തിലാണ് താവ അണക്കെട്ട്? താവ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് താവ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. താവ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം? ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗുജറാത്ത്. പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയത് ആര്? പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയത് ആര്? എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യയാണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി എഴുതിയത്. എം വിശ്വേശ്വരയ്യ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്ഷൻ ഡി, 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലം.
ആണവ പരീക്ഷണത്തിന്റെ പേരെന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു എന്നതാണ്. ആരായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിനോബ ഭവെയാണ്. വിനോബ ഭവെ. ആരായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി? വിനോബ ഭവെ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം? ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ടിബറ്റിൽ ചോമോലുഗ്മ എന്നറിയപ്പെടുന്നത് എന്താണ്? ടിബറ്റിൽ ചോമോലുഗ്മ എന്നറിയപ്പെടുന്നത് എന്താണ്? എവറസ്റ്റ് ആണ്. എവറസ്റ്റ് ആണ് ചോമോലുഗ്മ എന്ന് അറിയപ്പെടുന്നത്. എവിടെയാണ്? ടിബറ്റിൽ. മെട്രോ റെയിൽവേ സ്ഥാപിതമായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം? മെട്രോ റെയിൽവേ സ്ഥാപിതമായ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് ബംഗളൂരു. ഓപ്ഷൻ സി ബംഗളൂരു. ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം? ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം? ഓപ്ഷൻ എ ആണ് ഉത്തരം. ട്രോപ്പിക്കൽ മൺസൂൺ ആണ്. ട്രോപ്പിക്കൽ മൺസൂൺ. ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം ട്രോപ്പിക്കൽ മൺസൂൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് മാജുലിയാണ്. മാജുലി ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് മാജുലി ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? മാജുലി. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ണീരും കിനാവും എന്ന ആത്മകഥ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ്. കണ്ണീരും കിനാവും ആത്മകഥയുടെ പേര്. ആത്മകഥ ആരുടേതാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി? ഓപ്ഷൻ എ ആണ് ഉത്തരം. FPTP സമ്പ്രദായം. FPTP ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ്. FPTP സമ്പ്രദായം. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൂണ്ടയിലാണ്. ചൂണ്ടൽ. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ഓപ്ഷൻ സി 373 കെൽവിൻ ആണ്. 373 കെൽവിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം? കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എറണാകുളം. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം? ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വിമാനത്താവളമാണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓർണിത്തോളജി പക്ഷിയാണ്. പക്ഷികൾ. 5 വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ത്? ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. വെള്ളയില് 5 പതാകകൾ ആലേഖനം ചെയ്തതാണ് ഒളിമ്പിക്സ് പതാക. ഗാന്ധിജിയുടെ അമ്മയുടെ പേര്? ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിബായ്. ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിബായ്.
മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് 1921 എന്ന ചലച്ചിത്രം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1857 മഹത്തായ വിപ്ലവം. ബീഗം ഹസ്രത്ത് മഹൽ. 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജഗ്ജീവൻ റാം. ഓപ്ഷൻ ഡി ജഗ്ജീവൻ റാം. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. ISRO സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1969. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പീച്ചി. 1907 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരന്റെ പത്രാധിപത്യത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം. 1907 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരന്റെ പത്രാധിപത്യത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? മിതവാദിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മിതവാദി. പ്രസിദ്ധീകരണത്തിന്റെ പേര് മിതവാദി. 1932 കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന ബംഗാൾ ഗവർണർ സർ സ്റ്റാലി ജാക്സനെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? 1932 കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന ബംഗാൾ ഗവർണർ സർ സ്റ്റാലി ജാക്സനെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? ബീനാദാസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബീനാദാസ്. ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത്? വനം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം. വിളക്ക് തിരിയിൽ എണ്ണ കയറുന്നതിന്റെ അടിസ്ഥാന തത്വം. വിളക്ക് തിരിയിൽ എണ്ണ കയറുന്നതിന്റെ അടിസ്ഥാന തത്വം ക്യാപ്പിലാരിറ്റി ആണ്. ഓപ്ഷൻ ഡി ക്യാപ്പിലാരിറ്റി. വിളക്ക് തിരിയിൽ എണ്ണ കയറുന്നതിന്റെ അടിസ്ഥാന തത്വമാണ് ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണം. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനം താപപ്രസരണമാണ്? തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനം താപപ്രസരണമാണ്? വികിരണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വികിരണം. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് വികിരണം മൂലമാണ്. ഏതിനം കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ലോല? ഏതിനം കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ലോല? പയറാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പയർ. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ
ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ കുമാരദേവനാണ്. പൊയ്കയിൽ കുമാരദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. അവസാനത്തെ ചോദ്യം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. 50 ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് 45. എല്ലാം തന്നെ ബേസിക് അറിയുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. കട്ട് ഓഫ് 45. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.